കുവൈറ്റ് ദുരന്തത്തിൽ പ്രവാസി മലയാളികളാണ് ഏറ്റവും അധികം മരിച്ചത്. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ കണക്കെടുത്ത് നോക്കിയാലും മലയാളികൾക്ക് അനിഷേധ്യമായ സ്ഥാനമുണ്ട്. അവർക്കൊരു പ്രശ്നമുണ്ടായാൽ അവരുടെ അടുത്തേക്ക് എത്തണമെന്ന് കേരളത്തിൻ്റെ സർക്കാർ ആഗ്രഹിച്ചാൽ എന്താണ് തെറ്റ്? അത് അംഗീകരിക്കുക എന്നത് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മാന്യമായ ഉത്തരവാദിത്തമാണ്. ഭരിക്കുന്നവർ കാഴ്ചവെക്കേണ്ടത് ആ ഉന്നതമായ സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ്. വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത്. കേന്ദ്രത്തോടും പ്രധാനമന്ത്രി മോദിയോടും അത് പറയാനുള്ള ആർജവമാണ് കേരളം കാട്ടിയത്. അതാണ് നിയമസഭയിൽ കണ്ടത്. പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചുവെന്ന് നിയമസഭയെ അറിയിച്ചു. പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകുമ്പോൾ മറ്റ് രാഷ്ട്രീയം നോക്കരുതെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറഞ്ഞു. ഇത് കേരളത്തിൻ്റെ പൊതുവികാരമാണ്. മാനിക്കാൻ മോദി സർക്കാരിന് ഭരണപരമായ ബാധ്യതയുണ്ട്. ദുരന്തത്തിൽ പോലും രാഷ്ട്രീയം കളിച്ച കേന്ദ്രത്തിൻ്റെ നടപടി ഒറ്റപ്പെട്ടതായി കാണാനാവില്ല. കാരണം കേരളത്തിൻ്റെ അവകാശങ്ങൾക്കുമേൽ രാഷ്ട്രീയ എതിർപ്പ് വെച്ച് ക്ലിയറൻസ് നൽകാത്ത ചെയ്തികൾ മുൻ മോദി സർക്കാരിൻ്റെ കാലത്ത് പലതവണയുണ്ടായിട്ടുണ്ട്. കേരളത്തെ ധനപ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത് ആ നീക്കങ്ങളാണ്. അതേ രാഷ്ട്രീയ ശൈലി തുടരാനാണോ പുതിയ സർക്കാരും ആലോചിക്കുന്നത്? പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ച കേന്ദ്ര നടപടിയിൽ അത് വെളിപ്പെടുന്നുണ്ട്. മന്ത്രി വീണ ജോർജിന് ആ ദിവസങ്ങളിൽ കുവൈറ്റിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ച മോദി സർക്കാർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. 1989 കുവൈറ്റ് യുദ്ധകാലത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന പ്രവാസികളുടെ അടുത്തേക്ക് കേന്ദ്രാനുമതിയോടെ പോയ ഒരു മന്ത്രി അന്നത്തെ ഇ കെ നായനാർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. പേര് ടി.കെ. ഹംസ. പുതിയ ന്യായവാദങ്ങൾ ചമയ്ക്കുന്നവരും കേരളത്തിൻ്റെ ആവശ്യത്തെ പുച്ഛത്തോടെ കാണുന്നവരും കേന്ദ്രാനുമതി നിഷേധിച്ചപ്പോൾ സന്തോഷം കൊണ്ട് ഇരുപുറയ്ക്കാതെ പോയവരും ആ ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.